ഹലോ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റോറിയാണ്. ദ ഫസ്റ്റ് ഫ്ലൈറ്റ്, റിട്ടൺ ബൈ ലിയാം ഓഫ് ഫ്ലഹർട്ടി. Liam O'Flaherty was an Irish novelist and a short story writer. His works are noted for their psychological insight into life problems and the ways of overcoming them. അപ്പോൾ ഇതിൽ ലിയാം ഓഫ് ഫ്ലഹർട്ടി എക്സ്പ്രസ് ചെയ്യുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ലൈഫിൽ കുറേ ചാലഞ്ചസ് നേരിടേണ്ടി വരും. അപ്പോൾ കണ്ടിന്യൂസ് ഹാർഡ് വർക്കിങ്ങും കോൺഫിഡൻസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്താണോ നാം നേടിയെടുക്കാൻ ആഗ്രഹിച്ചത് ആ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിപ്പെടുള്ളൂ. നമുക്ക് എന്തൊരു എയിമും അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അപ്പോൾ ഈ ഒരു ദ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ഈ ഒരു സ്റ്റോറി റിലേറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ്. അപ്പോൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ സെൽഫ് കോൺഫിഡൻസിനും ഇൻഡിപെൻഡൻസിനൊക്കെ പ്രാധാന്യം ഉണ്ടെന്നാണ് ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആസ് വെൽ ആസ് ദ നീഡ് ടു റിമൈൻ ഇൻവോൾവ്ഡ് ഇൻ ഫാമിലി ലൈഫ്. അതുപോലെ തന്നെ ഒരു ഫാമിലി ലൈഫിൽ ഇൻവോൾവ് ആയിരിക്കുന്നതിനെ കുറിച്ച് അതിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്. Through the story of the birds, the writer conveys the importance of self-esteem and self-reliance. അപ്പോൾ ഇതിനെയൊക്കെ കുറിച്ചാണ് ലിയാം ഓഫ് ഫ്ലഹർട്ടി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? Let's read a story of a young seagull that was afraid to make his first flight, and how its parents goaded it into action and thereby equipped it to face the challenges of life. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ട പല ചാലഞ്ചസും എങ്ങനെയൊക്കെയാണ്, അപ്പോൾ അത്തരത്തിൽ ഇതിലുള്ള ഒരു യങ് സീകൾ എങ്ങനെയാണ് നേരിട്ടതെന്നാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എന്താ? ദ യങ് സീഗിൾ വാസ് എലോൺ ഓൺ ഹിസ് ലെഡ്ജ്. യങ് സീഗിൾ എഡ്ജിൽ എലോൺ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സീഗിളിൻ്റെ അവന് ഇതിൽ ഹിസ് എന്നാണ് സീഗിളിനെ റെപ്രസെൻ്റ് ചെയ്യണത്. അപ്പോൾ സീഗിളിൻ്റെ സിബ്ലിങ്സ്, അതായത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സൊക്കെ ഓൾറെഡി അവരൊക്കെ ഒരു ദിവസം മുമ്പേ പറന്നുകൊണു. ബട്ട് ഹി കാൺ ഫ്ലൈ ലൈക്ക് ദം. അപ്പോൾ അവരെ പോലെ പറക്കാൻ കഴിഞ്ഞില്ല, പേടിയാണ്. അപ്പോൾ എഡ്ജിനെ കുറിച്ചും അങ്ങനെ ഓരോന്നിനെ കുറിച്ചും ഓരോ സീനിനെ കുറിച്ച് പേടിപ്പെടുത്തുന്ന ഓരോ ഇതാണ്. അത് സീഗളിന് ഇങ്ങനെ തോന്നുകയാണ് എനിക്ക് കഴിയൂല, അവിടെ അങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് എന്നൊക്കെയുള്ള ഓരോ എക്സ്പ്രഷൻസാണ് കേട്ടോ ഇതിൽ പറയുന്നത്. ഹി ഹാഡ് ബീൻ എഫ്രൈഡ് ടു ഫ്ലൈ വിത്ത് ദം. അപ്പോൾ അവർക്ക് കൂടെ പറക്കാനും പേടിയാണ്. somehow when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. അപ്പോൾ ചിറകുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്ലാപ്പ് ചെയ്യുമ്പോഴേക്കും ആ ലെഡ്ജിൻ്റെ അവിടെ എത്തുമ്പോഴേക്കൊക്കെ ഹി ബിക്കെയിം അഫ്രൈഡ്. പേടി തോന്നുകയാണ്. അപ്പോൾ അതൊന്നും തോന്നി എനിക്കത് കഴിയൂല എന്നുള്ള ആ ഒരു റിയലി അതിനൊരു കോൺഫിഡൻസ് ഇല്ലാത്തത് കാരണം അത് മുന്നോട്ട് പോകാൻ കഴിയണില്ല, മറ്റുള്ളവർ പറക്കുന്ന പോലെ പറക്കാൻ കഴിയണില്ല. The great expanse of the sea stretched down beneath, and it was such long way miles down. അപ്പോൾ അതിൽ അങ്ങനെ നോക്കുമ്പോൾ നല്ല ഗ്രേറ്റ് എക്സ്പാൻസ് ഓഫ് സീ, ആ ഒരു സീൻ്റെ വിശാലതയെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇതൊന്നും എന്നെക്കൊണ്ട് കടക്കാൻ കഴിയൂല, എങ്ങനെ പറക്കും എന്നൊക്കെയാണ് സീഗളിന് തോന്നുന്നത്. പിന്നെ സീഗളിന് എന്താ തോന്നുന്നത്? ഹി ഫെൽറ്റ് സെർട്ടൈൻ ദാറ്റ് ഹിസ് വിങ്സ് വുഡ് നെവർ സപ്പോർട്ട് ഹിം. എൻ്റെ വിങ്സ് ഒന്നും എന്നെ സപ്പോർട്ട് ചെയ്യണില്ല. അപ്പോൾ ലാസ്റ്റ് മുന്നിലോട്ട് പോകാൻ കഴിയാതെ പിന്നിലോട്ട് തന്നെ വരികയാണ്. മുന്നിലോട്ട് പോയി പറക്കാൻ എനിക്ക് കഴിയൂല എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ഹി സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്. അപ്പോൾ കിടന്നുറങ്ങുന്ന ആ സ്ഥലത്തേക്ക് തന്നെ ബാക്കിലോട്ട് തന്നെ വരികയാണ് സീഗൾ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എൻ്റെ ബ്രദേഴ്സിൻ്റെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ വിങ്സ് എങ്ങനെയാണ്? ഫാർ ഷോർട്ടർ ദാൻ ഹിസ് ഓൺ. അപ്പോൾ അവനക്കുള്ളതിലാരോ കുറച്ച് ഫാർ ഷോർട്ടറാണ്. റാൻ ടു ദ ബ്രിങ്ക് ഫ്ലാപ്ഡ് ദെയർ വിങ്സ് ആൻഡ് ഫ്ലൂ അപ്പ്. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ നല്ല ഇതിൽ വിങ്സൊക്കെ ഇതാക്കി പറക്കണുണ്ട്. ബട്ട് ഹി കാൺ ഫ്ലൈ ലൈക്ക് ദം, ഹി ഫെയിൽഡ്. അപ്പോൾ ബട്ട് ഇവന് ഈ ഒരു സീഗിൾ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സീഗിളിൻ്റെ ഫാദറും മദറും ഒക്കെ അവനക്ക് ചുറ്റും നിന്ന് സ്കോൾഡ് ചെയ്യുന്നുണ്ട്. പണ്ട് അവനക്ക് ഫുഡൊന്നും കൊടുന്നു കൊടുക്കണില്ല, അവന് സ്വയം ഇതായി കഴിക്കട്ടെ എന്ന് കരുതി
അവർ എന്താ പറയുക ലെറ്റ് ഹിം സ്റ്റാർവ് ഓൺ ഹിസ് ലെഡ്ജ് അൺലെസ് ഹി ഫ്ലൂ അവേ, പറക്കുന്നത് വരെ സ്റ്റാർവ് ചെയ്യാൻ, അതായത് പട്ടിണിക്ക് ഇടാൻ വേണ്ടിയിട്ട്, അങ്ങനെ ആ ഒരു ഇതിലാണ് പാരൻസ് അവനെ ആക്കിയത്. ബട്ട് സോ ദ ലൈഫ് ഓഫ് ഹിം ഹി കുഡ് നോട്ട് മൂവ്, എനിവേ ഹി കുഡ് നോട്ട് മൂവ്, എന്നാലും അവനക്ക് ഫോർവേഡായിട്ട് മൂവ് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താ, ദാറ്റ് വാസ് 24 hours എഗോ. അപ്പോൾ അത് എങ്ങനെയായിരുന്നു 24 hours എഗോ നടന്നൊരിതെന്ന് പറയുന്നത്. സിൻസ് ദെൻ നോബഡി ഹാഡ്, ഒരാളും സീഗളിൻ്റെ അടുത്തേക്ക് വന്നതുമില്ല. എനിവേ പിന്നെ അതുപോലെ തന്നെ അവൻ്റെ പാരൻസ് മറ്റുള്ള തൻ്റെ സിബ്ലിങ്സിൻ്റെ കൂടെ പറക്കുന്നുണ്ട്, അവർക്കുള്ള ഓരോ ആർട്ട് ഓഫ് ഫ്ലൈറ്റിനെ കുറിച്ച് ടീച്ച് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് എന്താ വാട്ടറിൽ സ്കിം ചെയ്ത് ഡൈവ് ഫോർ ഫിഷിനെ എങ്ങനെയാണ് ഡൈവ് ചെയ്യുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ തൻ്റെ സിബ്ലിങ്സിന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഇതിങ്ങനെ കാണുകയാണ്. പിന്നെ പറയുന്നത് പാരൻസ് എന്താ he had in fact seen his older brother catch his first hearing and devour it standing on a rock while his parents circled around raising a proud cackle. അപ്പോൾ അവർ ചെയ്യണ തൻ്റെ പാരൻസും സിബ്ലിങ്സൊക്കെ ചെയ്യണ ഓരോ എക്സ്പ്രഷൻസാണ് കേട്ടോ അതിൽ പറയുന്നത്. ദെൻ the sun was now ascending the sky, blazing warmly on his lords that faced the south. പിന്നെ സീഗളിന് അത്രക്കും അതിന് മാത്രം വാമായിട്ട് തോന്നി, അതേപോലെ തന്നെ ഹീറ്റായിട്ട്, കാരണം എന്താ ഒന്നും കഴിച്ചിട്ടില്ല പ്രത്യേകിച്ച്, അപ്പോൾ വെയിറ്റ് ചെയ്യണം. പാരൻസ് ആണെങ്കിൽ ഒന്നും കൊടുക്കുന്നില്ല. പാരൻസ് എന്താ ചെയ്യുന്നത്, അവന് സ്വയം ശ്രമിച്ച് പറഞ്ഞ് ഫുഡ് കഴിക്കട്ടെ എന്നാണ് പാരൻസിൻ്റെ ആ ഒരു വ്യൂ. ദെൻ ഹി ഹാഡ് ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് മാക്രലിൻ്റെ ഒരു ഡ്രൈഡ് പീസ് ഓഫ് ടെയിൽ കിട്ടി. അങ്ങനെ അതാണ് ദ എൻഡ് ഓഫ് ദ ലെഡ്ജിന്. അപ്പോൾ അങ്ങനെ അത് കഴിച്ചു. നൗ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ക്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്, ബട്ട് പിന്നെ അതിന് റിമൈനിങ് ആയിട്ട് ഒരു ഫുഡും ഇല്ല. അവിടെ ആകെ ഉണ്ടായിരുന്നത് ഒരു മാക്രലിൻ്റെ ഡ്രൈഡ് പീസാണ്, അതൊരു ടെയിലിൻ്റെ പീസാണ് ഉണ്ടായിരുന്നത്. പിന്നെ പറയുന്നത് ഡോട്ട് കേക്ക്ഡ് സ്ട്രൂ എഗ്ഷെൽ, he even gnawed at the dried piece of eggshell. It was like eating a part of himself. അപ്പോൾ അത്രയും വിശന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു എഗ്ഷെല്ലിൻ്റെ ഒരു പീസ് വരെ കഴിക്കേണ്ടി വന്നു. അപ്പോൾ സീഗളിന് എന്താ തോന്നിയത്, ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്, സ്വയം കഴിക്കണതായിട്ട് അങ്ങനെ ആ ഒരു ഫീല് വന്നു. കാരണം എന്താ, വിശന്നിരിക്കുകയാണ്, ആരും ഒന്നും കൊടുന്നു തരുന്നില്ല. ബട്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് എന്നാലും സീഗളിനൊരു പ്രത്യേകിച്ചൊരു കോൺഫിഡൻസോ ഹാർഡ് വർക്കോ ഒന്നുമില്ല. എനിക്ക് പറക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വേണം. എന്നാൽ തന്നെ നമുക്ക് ഏതൊരാഗ്രഹവും നേടിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് മൂവിൻ്റെ മെയിൻ മെസ്സേജ് എന്ന് പറഞ്ഞത് തന്നെ അതാണ്. നമുക്ക് ഏതൊരു വിക്ടറിക്കും കണ്ടിന്യൂസ് ഹാർഡ് വർക്കിങ്ങും ബെറ്റർ കോൺഫിഡൻസൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു അച്ചീവ്മെൻറ്റ് കിട്ടുള്ളൂ. ദെൻ he then trotted back and forth from one end of the ledge. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നിട്ടും ആരും തന്നെ മൈൻഡ് ചെയ്യണമെന്നില്ല. ട്രൈങ് ടു ഫൈൻഡ് ദ ലെഡ്ജ് എൻഡഡ് ഇൻ ഷീർ ഫാൾ ഓഫ് ദ പെർസിപ്പൈസ് എന്ന് പറഞ്ഞാൽ ക്ലിഫ് എന്നാണ് കേട്ടോ, വിത്ത് ദ സീ ബെനീത്ത് ആൻഡ് ബിറ്റ്വീൻ ഹിം ആൻഡ് ഹിസ് പാരൻസ്. പിന്നെ എന്താ പറയുന്നത്, തൻ്റെ പാരൻസിൻ്റെ തനിക്കും ഇടയിലൊരു ഡീപ്പായിട്ടുള്ള വൈഡായിട്ടുള്ളൊരു ക്രാക്ക് ഉണ്ട്. സീഗളിന് തൻ്റെ പാരൻസിൻ്റെ എടുത്തെത്താൻ കഴിയണില്ല. അതൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നുകയാണ്. എനിക്ക് കഴിയൂല, അവർക്ക് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, എനിക്കതിന് കഴിയൂല എന്നുള്ള സീഗളിൻ്റെ ആ ഒരു മനോഭാവമാണ്. പിന്നെ പറയുന്നത് ഈ സ്റ്റെപ്പിഡ്, പിന്നെ അങ്ങനെ ആ ലെഡ്ജിലിരുന്ന് സ്ലോലി ഈ സീഗളിൽ കണ്ണടിച്ച് ഓർക്കത്തിലേക്ക് വരികയാണ്. അപ്പോഴും സ്റ്റിൽ ദേ ടുക്ക് നോ നോട്ടീസ് ഓഫ് അപ്പോഴും കാണുന്നത് എന്താണ്, തൻ്റെ ബ്രദേഴ്സ് സിസ്റ്ററൊക്കെ എന്താ പ്ലാറ്റൂൻ്റെ അവിടെ നിന്നതാക്കുന്നതും പിന്നെ വിത്ത് ദെയർ ഹെഡ് സങ്ക് ഇൻ ടു ദെയർ നെക്സ്. ഹിസ് ഫാദർ വാസ് ട്രെയിനിങ് ആൻഡ് ഫെദേഴ്സ് ഓൺ ഹിസ് വൈഫ് ബാക്ക്. യെസ്, അങ്ങനെ അവർ പറക്കുന്നതും അവരുടെ ഓരോ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലൈൻസിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. Then she was standing on a little high hump on the plateau, her white breast thrust forward. Now and again she tore at a piece of fish that lay at her feet and then scraped each side of her break on the rock. The sight of the food maddened him. How he loved to tear food that way, scraping his
അപ്പോൾ മദർ ഇങ്ങനെ ചെയ്യണതൊക്കെ കണ്ടുകാണ്ട് ഈ ഒരു യങ് സീഗിളിൻ്റെ എക്സ്പ്രഷനാണ് പറയണത്. പിന്നെ യങ് സീഗിൾ അപ്പോൾ കരയാണ്, ഗ ഗ ഗ ബെഗിങ് ഹെർ ടു ബ്രിങ് ഹിം ഓവർ സം ഫുഡ്. തനിക്ക് കുറച്ച് ഫുഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമ്മയോട് ബെഗ് ചെയ്യാണ്. Gol ol hush, she screamed back mockingly, but he kept calling plaintively, and after a few minutes or so, he uttered a joyful scream. പിന്നെ എന്താ വെച്ചാൽ അപ്പോൾ അമ്മ എന്നിട്ടും ഒന്നും കൊടുന്നു കൊടുക്കണമൊന്നുമില്ല. കാരണം അമ്മയും അച്ഛനും എന്തൊക്കെ കരുതുന്നത് അവൻ സ്വയം പറിക്കട്ടെ എന്നിട്ട് ഫുഡ് ഇതാക്കട്ടെ എന്നുള്ള ഇതിലാണ്, ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് പാരൻസ് നിൽക്കുന്നത്. ആഫ്റ്റർ സംടൈംസ് ഒരു ജോയ്ഫുൾ സ്ക്രീം വന്നു. ഹിസ് മദർ ഹാസ് പിക്ക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. മദർ എന്തായി നല്ലൊരു പീസ് ഓഫ് ഫിഷ് കൊടുന്നുകാണ്ട് അക്രോസ് ആയിട്ട് ഇങ്ങനെ പറക്കാൻ തുടങ്ങി. ഹീ ലീൻഡ് ഔട്ട് ഈഗർലി ടാപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ് ട്രൈങ് ടു ഗെറ്റ് നിയറർ. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു ഫിഷ് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ അടുത്തേക്ക് ആ സീഗൾ വരാൻ നോക്കുകയാണ്. ലീൻഡ് ഔട്ട് ഈഗർലി, അത്രയ്ക്ക് ആർത്തിയോട് കൂടി ടേപ്പിംഗ് ദ റോക്ക് വിത്ത് ഹിസ് ഫീറ്റ് ട്രൈങ് ടു ഗെറ്റ് നിയറർ, അമ്മേൻ്റെ അടുത്ത് എത്താൻ വേണ്ടിയിട്ട്. But when she was just opposite to him, abreast on the ledge, she halted, her legs hanging limp, her wings motionless, the piece of fish in her beak almost within reach of his beak. ബട്ട് കഴിയണില്ല കേട്ടോ. പിന്നെ അവിടെയുള്ള ഓരോ എക്സ്പ്രഷൻസ് എങ്ങനെയാണ്, ഹെർ ലെഗ്സ് ഹാങ്ങിങ് ലിംബാണ്, വിങ്സ് മോഷൻലെസ് ആണ്, ദ പീസ് ഓഫ് ഫിഷ് ഈസ് ഇൻ ഹെർ ബീക്കാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ എങ്ങനെയൊക്കെയാണ് അമ്മ ആ ഒരു ഫിഷിനെ പിടിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഹി വെയിറ്റഡ് എ മൊമെൻറ്റ് ഇൻ സർപ്രൈസ്. അങ്ങനെ കുറച്ച് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. വണ്ടറിങ് വൈ ഷുഡ് നോട്ട് കം നിയറർ, എന്തുകൊണ്ടാണ് അമ്മ എൻ്റെ അടുത്തേക്ക് വരാതെ, അത്രയ്ക്കും വിശന്നിരിക്കുകയാണല്ലോ. Then with a loud scream he fell outwards and downwards into space. His mother had swooped upwards. As he passed beneath her, he heard the swish of her wings. നിൽക്കുമ്പോഴാണ് അടുത്തൊരു മൊമെൻറ്റിൽ, the next moment he felt his wings spread outwards. അങ്ങനെ ഔട്ട്വേർഡ്സ് ആയിട്ട് തൻ്റെ വിങ്സ് സ്പ്രെഡ് ചെയ്തുകൊണ്ട്, ദെൻ അണ്ടർ ഹിസ് സ്റ്റൊമക്ക് ആൻഡ് അഗെയിൻസ്റ്റ് ഹിസ് വിങ്സ് ഹി കുഡ് ഫീൽ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിങ് ത്രൂ ദ എയർ. ഹി വാസ് നോട്ട് ഫോളിങ് ഹെഡ്ലോങ്, നോ, ഹി വാസ് സോറിങ് ഗ്രാജുവലി ഡൗൺവാർഡ്സ് ആൻഡ് ഔട്ട്വാർഡ്സ്. അപ്പോൾ ആ ഒരു ടൈമിൽ തനിക്ക് അത്രയ്ക്ക് വലിയൊരു ഭയമൊന്നും തോന്നാതെ he just felt a bit dizzy, then he flapped his wings once and he soared upwards. തൻ്റെ ചിറകുകളൊക്കെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ട് മുകളിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ്. ഹി അട്ടേഡ് എ ജോയ് സ്ക്രീം. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു ജോയ് സ്ക്രീമാണ് പുറത്തേക്ക് വരുന്നത്. ആൻഡ് ഫ്ലിപ്പ്ഡ് ദെൻ എഗെയിൻ. അങ്ങനെ ചിറകുകളൊക്കെ മാക്സിമം ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും വീണ്ടും പറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹി സോഡ് ഹയർ, ഹി റൈസ്ഡ് ഹിസ് ബ്രെസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് എഗെയിൻസ്റ്റ് ദ വിൻഡ്. അങ്ങനെ ആ ഒരു പറക്കണ ആ ഒരു മൊമെൻ്റാണ് കേട്ടോ. ഹി റൈസ്ഡ് ഹിസ് ബ്രെസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ്. ഗ ഗ ഗ ഗ ഗോൾ. ഹിസ് മദർ സ്വൂപ്പ്ഡ് പാസ്റ്റ് ഹിം, ഹെർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്. അപ്പോൾ ആ വിങ്സിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദം. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം സ്ക്രീമിങ്. ദെൻ ഹി സോ ഹിസ് ടു ബ്രദർ ആൻഡ് ഫ്ലൈ അറൗണ്ട് ഹിസ് സോറിങ് ആൻഡ് ഡൈയിങ്. ആ ഒരു ടൈമിൽ തൻ്റെ ഫാദറും സിബ്ലിങ്സൊക്കെ തനിക്ക് ചുറ്റും പറക്കുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഹാപ്പിയാണ്. കാരണം മറ്റേത് അവിടെ ഇങ്ങനെ ഡള്ളായിരുന്നാൽ നമുക്കതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു കാര്യത്തിനും മാക്സിമം ആക്റ്റീവായി നല്ല കോൺഫിഡൻസോട് കൂടി നല്ലൊരു പെർസിവറൻസോട് കൂടിയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വിക്ടറി നമുക്ക് നമ്മുടെ ലൈഫിലുണ്ടാവും. എക്സാമ്പിളാണ് ഈ ഒരു സീഗൾ. Then he completely forgot that he had not always been able to fly and commenced to dive and soar straight. അപ്പോൾ തനിക്ക് പറക്കാൻ കഴിയില്ല, തനിക്ക് അങ്ങനെ ഡൈവ് ചെയ്യാൻ കഴിയില്ല, മീനെ പിടിക്കാനൊന്നും കഴിയില്ല എന്നൊക്കെ തോന്നിയത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഫോർഗെറ്റ് ചെയ്തു, മറന്നു. പിന്നെ ഇപ്പോൾ ഈ ഒരു പറക്കണ ആ ഒരു ജോയ് സ്ക്രീനിലാണ് സീഗൾ. ഹി വാസ് നിയർ ദ സീ നൗ ഫ്ലൈങ് സ്ട്രൈറ്റ് ഓവർ ഇറ്റ് ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ. അപ്പം അങ്ങനെ ഈ ഒരു ടൈമിൽ എങ്ങനെയാണ് സ്ട്രൈറ്റായിട്ട് നല്ല ഫ്ലൈ ചെയ്യുന്നുണ്ട്, ഓഷ്യനെ ഫേസ് ചെയ്യുകയാണ്. ഹി സോ യു വാസ് ഗ്രീൻ സീ ബെനീത്ത് ഹിം. തനിക്ക് താഴെ അത്രയ്ക്കും അതിസുന്ദരമായ വാസ്റ്റായിട്ട് കിടക്കുന്ന ഓഷ്യൻ ഇങ്ങനെ സീ കാണാണ്, ഗ്രീൻ സീ കാണാണ്, വിത്ത് ലിറ്റിൽ റിഡ്ജസ് മൂവിങ് ഹെർ. He turned his brake sideways and crowed amusedly. His parents and his brother and sister had landed on this green floor in front of him. They were beckoning to him, calling shrilly. He dropped his leg to stand on the green sea.
അപ്പം തൻ്റെ പാരൻസിനും സിബ്ലിങ്സിനൊക്കെ അവരൊക്കെ ഹാപ്പിയായി ഈ ഒരു നിമിഷം. അപ്പോൾ അവർ ആ ഒരു ഗ്രീൻ സീല് ദേ ആർ ബക്കണിങ് ടു അവരെ കോൾ ചെയ്യാണ്. പിന്നെ അവരുടെ ഫ്ലൈറ്റ് ചെയ്യാണ്ട് സ്ക്രീൻ ചെയ്യാണ്. ദെൻ ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്. പക്ഷേ ഈ ഒരു ടൈമിൽ അവിടെയൊക്കെ ദേവർ ബക്കണിങ് ടു അവരൊക്കെ ഇതാക്കുകയാണ്. ആ ഒരു ടൈമിൽ തനിക്ക് സീകളിന് പറക്കാൻ, കാരണം എന്താ എനർജി ഇല്ല, കാരണം ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ അറ്റ് ദാറ്റ് ടൈം. But he was tired and weak with hunger and he could not rise exhausted by the strange exercise. His feet sank into green sea. ആ ഒരു ടൈമിൽ തൻ്റെ ഫീറ്റ് ഗ്രീൻ സീയിൽ സാങ്ക് ചെയ്തു. ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ്ക്സ് നോ ഫർദർ. He was floating on it and around his family was screaming, praising him, and their beaks were offering him scraps of dog fish. Yes. അപ്പോൾ എന്താണ്, അപ്പോൾ ആ ഒരു ടൈമിൽ തൻ്റെ പാരൻസ് അവർ ഓഫർ ചെയ്യുകയാണ് ഒരു ഡോഗ് ഫിഷിന്. അപ്പോൾ ഇനിയും ഉയരത്തിലേക്ക് എത്തട്ടെ, മാക്സിമം ട്രൈ ചെയ്യും. നേരത്തെ അതുപോലെ ഇരുന്നിട്ടും ട്രൈ ചെയ്തത് കൊണ്ടാണ് ഇത്രയും ഉയർന്ന് പറക്കാൻ കഴിയുന്നത്. ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പം അങ്ങനെ ആ ഒരു സീഗിൾ തൻ്റെ ജീവിതത്തിൽ ഫസ്റ്റായിട്ടൊന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇതിൽ എത്ര മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സീഗിൾ ആദ്യം ഡള്ളായിട്ട് അങ്ങനെ ഇരുന്നു, ഒന്നും ചെയ്തില്ല. മുന്നോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ ഒരു ഹാർഡ് വർക്കോ ഒന്നും ചെയ്യാത്ത കാരണമാണ് ആദ്യമൊക്കെ അങ്ങനെ വിശന്നിരിക്കേണ്ടി വന്നത്. ആരും മൈൻഡ് ചെയ്തതില്ല. ബട്ട് ആഫ്റ്റർ ഹിസ് കോൺഫിഡൻസ് ആൻഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഹി അച്ചീവ്ഡ് ഹിസ് ഓൺ എയിം ഓർ ഹിസ് ഓൺ വിക്ടറി. അങ്ങനെ അറ്റ് ലാസ്റ്റ് നല്ലൊരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല സ്വയം പറക്കാനും ഫിഷിനെ ഡൈവ് ചെയ്യാനും ഒക്കെ ഈ ഒരു സീഗിളിനെ കൊണ്ട് സാധിച്ചു. അപ്പോൾ ഏതൊരു കാര്യത്തിനും ഹാർഡ് വർക്കും ബെറ്റർ കോൺഫിഡൻസ് നമുക്ക് മസ്റ്റാണ് കേട്ടോ.